ഇടേ സംഭവം ഉണ്ടല്ലോ, ഇത് ശിവകാശിയിൽ എനിക്ക് പിടിപാടുള്ള ആളുള്ളതുകൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കണ്ട, നമുക്ക് ഇച്ചിരി കൂടെ ഡിസ്കൗണ്ട് ചെയ്ത് തരും. പിന്നെ ഇപ്പൊ ഇത് വേണമെങ്കിൽ ഇപ്പൊ ഇത് റോട്ടിൽ കൂടെ നടന്നു വെക്കണ്ട. അതിൽ കട നോക്കിയിട്ടുണ്ട്, കട നോക്കിയിട്ടുണ്ട്, കച്ചവടത്തിൽ ഇരുത്ത ആളെ നോക്കി വെച്ചിട്ടുണ്ട്, അൻസാറും നടരായനും. അപ്പൊ അമ്മാവനെ ഞാൻ മേൽനോട്ടം. ഒരു സ്ഥലത്ത് വേണ്ട, നമുക്ക് 2-3 സ്ഥലത്ത് ഇടാം. ക്യാഷിൽ അമ്മാവൻ. അതിന് 10,000 രൂപ ഇത്രയും കിട്ടുമോ? ഇവന് ശിവകാശിയെ കുറിച്ചും പടക്കിനെ കുറിച്ചും അറിഞ്ഞൂടാത്തതാണ്. ഒരുപാട് പടക്കം കിട്ടും. പിന്നെ മാത്രമല്ലടിയാ, ഇപ്പൊ നമ്മള് തന്നെ ഇപ്പൊ എല്ലാ പ്രാവശ്യം ദീപാവലി വരുമ്പോ കുറെ പിന്നെ 3000 ഉറുപ്പിക പടക്കം വാങ്ങിക്കല് വേണ്ട, ഇതിൽ നിന്നുള്ള ലാഭത്തിന്റെ രൂപ അതിനും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ വീട്ടില് പടക്കം മേടിക്കാനാണ് നമ്മൾ ഇത്രയും പൈസ എടുത്ത് പടക്കം മേടിക്കാനുള്ള 3000 ലാഭം, പുറമെ 10,000 ഇറക്കിയ 15,000 വേറെ ലാഭം. ലാഭങ്ങൾ ഈ ലാഭം എല്ലാം കൂടെ നമ്മളെ കുടുംബത്തിലോട്ട് ഇങ്ങനെ വരും. പിന്നല്ലാണ്ട് എന്റെ വേറൊരു ആവശ്യത്തിന് വെച്ച പൈസയാണ്. ഇത് തിരിച്ചു കിട്ടൂലോ. വേറെ 2 ആവശ്യം നിനക്ക് നിറവേറാം. ആ പൈസ നമ്മള് ലാഭം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, മുടക്കുമുതൽ. ആ സംസാരം വേണ്ട, ഞങ്ങൾ ലാഭം തരും. ഇങ്ങനെയാണെങ്കിൽ ലാഭം വേണ്ട എനിക്ക്, നിങ്ങൾ മുടക്കുമുതലേക്ക് തന്നാൽ മതി. അതെ, അതില്ല, അത് വേണ്ട, അവനോട് വാശി പിടിക്കണ്ട. നമ്മളിപ്പോ കിട്ടിയ ആർക്ക് വേണ്ടിട്ടാ ലാഭം അടക്കം നമ്മൾ അത് തിരിച്ചു കൊടുക്കും. അവന്റെ മോൻ തന്നെ. അടുത്ത ആഴ്ച നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് എന്തോ ദീപാവലി കഴിഞ്ഞിട്ട് കാര്യമില്ല. ദീപാവലിയുടെ അന്ന് പടക്കം കൊടുത്തിട്ട് എന്തായാലും ഒരാഴ്ച മുമ്പ് കൊടുത്തിട്ട് കച്ചവടം ചെയ്യണം. അടുത്ത ആഴ്ച ദീപാവലി കഴിയും. ഇത് പൈസ ഇന്ന് വേണം, വൈകിട്ട് നാളെ രാവിലെ ഞാൻ അമ്മാവനോട് ശിവാശി പോകും. വൈകിട്ടല്ല, ഉച്ചക്ക് കിട്ടണം. വൈകുന്നേരം കാർ എടുത്തിട്ട് പോകേണ്ടതാ. അതിപ്പോ ഞാൻ പിന്നെ ഇത് എടുപ്പിടിന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒരു കച്ചവടം ഇറങ്ങാൻ മനസ്സങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ താമസിപ്പിക്കരുത്. ഇത് ചാഞ്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. ഇത് സംഭവം ഇപ്പൊ പടപടപടാന്ന് ചൂടോടെ വന്നിട്ട് പൊട്ടിക്കാളാണ് അങ്ങോട്ട്. നീ ഇപ്പൊ തന്നെ ഇറങ്ങിയിട്ട് ബാങ്കിലുള്ള പൈസ എടുത്തിട്ട് വാ, ഞങ്ങൾ അപ്പോഴേക്കും കാറൊക്കെ റെഡി ആക്കിട്ട് പോകാൻ നോക്കാം. ബാങ്കിലുണ്ട്, ഇവിടെ ഉണ്ടാ, ഇവിടെ അവിടെ എടുത്തിട്ടും ഉച്ചക്ക് ഞാൻ ജമന്തി ആ വളയങ്ങൾ ഒരു ഇപ്പുറത്തെ കയ്യിലിട്ട് ആ കൈ ഫ്രീ ആക്കി വെച്ചോ. ഒരു വളയുടെ പൊട്ടമ്മ നെഞ്ചു തറതരാനാ, പൊട്ടമ്മ എന്റെ നെഞ്ചു തറതരാ. അപ്പൊ വൈകിട്ട് പോവാല്ലേ? ഓ വണ്ടി ഉച്ചക്കേ റെഡിയാണ്. പിന്നെ വൈകിട്ട് പോകുമ്പോ ഒരു അമ്പലത്തിലൊക്കെ പോയി തൊഴുത് നല്ല ഭക്തിയോടുകൂടി വേണം പോയി വരാൻ. വഴിയിൽ എനിക്കൊരു പള്ളിയിലും കൂടെ കാരണം ബുദ്ധിമുട്ട് ഒരു കുഴപ്പമില്ല. പള്ളിയിലോ അമ്പലത്തിലോ എവിടെ വേണോ പോയിക്കോളെ, പക്ഷെ ദേവാദിനം വേണം. സുഖമായിട്ട് യാത്ര ചെയ്ത് വേഗത്തേക്ക് എത്തണം. വഴിയിൽ വെടി വെച്ചാൽ കോവിലും വെടിയും വെച്ചിട്ടേ പോകും.